ഹാലലുയ, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിന്റെ 10ാം ദിവസമായ ഇന്ന് നാം നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് 1-ാം അധ്യായം 38-ാം വാക്യമാകുന്നു. ഈ വാക്യത്തിൽ ഗബ്രിയേൽ ദൂതനും മറിയയും തമ്മിലുള്ള ഇടപെടലിൽ മറിയയുടെ പ്രതികരണം നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് യേശു ക്രിസ്തു നൂറുകണക്കിന് പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അത്യുന്നതനായ ദൈവം തന്റെ പ്രവാചകന്മാരിൽ കൂടെ തന്റെ ഓമനപുത്രന്റെ ലോകാവതാരത്തെക്കുറിച്ച് നൽകിയ അരുളപ്പാടുകളുടെ വ്യത്യാസമില്ലാത്ത പൂർത്തീകരണം തന്നെ. യേശു ക്രിസ്തു ദൈവത്തിന്റെ ഓമനപുത്രനാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യം പഴയ നിയമ പ്രവചന പ്രകാരം പുതിയ നിയമ പൂർത്തീകരണ പ്രകാരവും. മെസ്സിഹ സ്ത്രീയിൽ നിന്നും ജനിക്കും. ഉൽപ്പത്തി 3:15, ഗലാത്യർ 4:4. മെസ്സിഹ അബ്രഹാമിന്റെ പിൻതലമുറക്കാരനായിരിക്കും. ഉൽപ്പത്തി 12:3, മത്തായി 1:1. മെസ്സിഹ ഇസഹാക്കിന്റെ പിൻതലമുറക്കാരനായിരിക്കും. ഉൽപ്പത്തി 17:19, ലൂക്കോസ് 3:34. മെസ്സിഹ യാക്കോബിന്റെ പിൻതലമുറക്കാരനായിരിക്കും. സംഖ്യ 24:17, മത്തായി 1:1. മെസ്സിഹ യഹൂദ ഗോത്രത്തിൽ നിന്നും ആയിരിക്കും. ഉൽപ്പത്തി 49:10, ലൂക്കോസ് 3:33. മസിഹ ബേത്ലഹേമിൽ നിന്നും ജാതനാവും. മീഖ 5:2, ലൂക്കോസ് 2:4-7 വരെ. മെസ്സിഹ കന്യയിൽ നിന്നും ഭൂജാതനാവും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14, ലൂക്കോസ് 1:26-31 വരെ. വിശുദ്ധ മത്തായി നൽകുന്ന കർത്താവിന്റെ വംശാവലിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന 5 സ്ത്രീകളിൽ കർത്താവിന്റെ മാതാവായ മറിയം സർവ്വതാ ആദരണീയവും സർവരാലും അറിയപ്പെടുന്ന ഒരു സ്ത്രീരത്നവുമാണ്. പഴയ നിയമപ്രകാരം ദൈവത്തിന്റെ ജനനത്തെക്കുറിച്ച് ബാലികയായ കന്യകാമറിയം ധാരാളം കാര്യങ്ങൾ തന്റെ മാതാപിതാക്കളിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും തന്റെ മാതാപിതാക്കളെ അനുസരിക്കുകയും അവരുടെ ജീവരീതിക്ക് അനുസരിച്ച് വളരുകയും ചെയ്ത നിഷ്കളങ്കയും പാപരഹിതയുമായ ഒരു പെൺകുട്ടിയായിരിക്കാം. അവൾ വരുവാനുള്ള ലോകരക്ഷിതാവിനെ കുറിച്ച് വളരെ പ്രത്യാശയും ആകാംക്ഷയുള്ളവൾ ആയിരുന്നിരിക്കുക. മസിഹ കന്യയിൽ നിന്നും പൂജാതനാവും എന്നറിഞ്ഞപ്പോൾ ആ കന്യക താനായിരിക്കണം എന്ന് പോലും തന്റെ കളങ്കമില്ലാത്ത ഹൃദയത്തിൽ ആഗ്രഹിച്ചവൾ. മറിയയുടെ ആഗ്രഹം മനസ്സിലാക്കി സർവശക്തനായ ദൈവം യേശു ക്രിസ്തുവിന്റെ ജനനം അവളിൽ തന്നെ സ്ഥിരീകരിച്ചു. തന്മൂലം സമയമായപ്പോൾ സർവശക്തനായ ദൈവം ഗബ്രിയേൽ ദൂതനെ മറിയത്തിന്റെ അടുത്തേക്ക് വിടുകയും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ അറിയിപ്പ് നൽകുകയും അവൾ ഒരു മടിയും കൂടാതെ അനുസരിക്കുകയും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ലൂക്കോസ് 27-37 വരെ ഗബ്രിയേൽ ദൂതനും മറിയയും തമ്മിലുള്ള ഇടപെടലുകൾ നാം വായിച്ചറിയുന്നു. ഈ വചനങ്ങളിൽ നാം കാണുന്നത് അവൾ ഒരു മടിയും കൂടാതെ ദൈവം മുൻപാകെ തന്നെ താഴ്ത്തുകയും ദൈവത അനുസരിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവവിധ അനുസരണ പുത്രിയാകുന്നു. ലൂക്കോസ് 1-ാം വാക്യം 38 നാം കാണുന്നത്. എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിച്ചിരുന്നവൾക്ക് ഇത് 6-ാം മാസമാകുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ലൂക്കോസ് 36. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒരു ദൈവം, നമ്മുടെ ദൈവം, എളിമയോടും ദൈവഹിതത്തിനെ അനുസരിച്ച് ജീവിക്കുന്ന നാം എല്ലാവരോടും ദൈവം തന്റെ കൃപയിലും നിത്യമായ ദയയിലും നമ്മോട് കരുണ കാണിക്കുന്നു. ബൈബിളിൽ ദൈവത്തെ അനുസരിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് സാറഫത്തിലെ വിധവ. കടഭാരത്തിൽ നീറിയ ഒരു പാവപ്പെട്ട സ്ത്രീ തന്റെ കുഞ്ഞുങ്ങളുമായി അവസാനത്തെ ഭക്ഷണം കഴിച്ച് മരിക്കാനിരിക്കവേ ഏലിയാ പ്രവാചകൻ ദൈവം അവളുടെ അടുത്തേക്ക് വിടുന്നു. പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ച പ്രകാരം അവൾ തന്റെ കടമെല്ലാം വീട്ടി സന്തോഷത്തോടെ തന്റെ മക്കളുമായി ഏറിയ കാലം ജീവിക്കാനായി സാധിച്ചു. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകന്റെ അമ്മയായ എലിസബത്ത് ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിച്ചതിനാൽ വന്ധ്യയെന്നും മച്ചിയെന്നും വിളിക്കപ്പെട്ടവൾ വാർദ്ധക്യത്തിലും അമ്മയാവുന്നു. കന്യകാമറിയം ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിച്ചിരുന്നതും കളങ്കമില്ലാത്തതും നിഷ്കളങ്കയും പാപരഹിതയുമായ ഒരു സ്ത്രീരത്നം തന്നെ ആയിരുന്നതിനാൽ ഈ ലോകത്തെ ഒരു മനുഷ്യ സ്ത്രീകൾക്കും കിട്ടാത്ത ഭാഗ്യാവസ്ഥ അവൾക്ക് ദൈവത്തിന് ജന്മം നൽകുവാനും ദൈവത്തിന്റെ മാതാവും
ലോകത്തിന്റെ മാതാവുമായി വാഴുന്നതിനിവിടെയാകുന്നു. കന്യാമറിയെ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീജനമായ നാം ഓരോരുത്തർക്കും നമ്മുടെ പെൺമക്കൾക്കും വിലമതിക്കാനാവാത്ത നല്ല ഒരു മാതൃകയായി തീരട്ടെ. ആയതിനാൽ ദൈവത്തിന്റെ കരുണയും കൃപയും ലഭിപ്പാൻ അവന്റെ സന്നിധിയിൽ എളിമയോടും താഴ്മയോടും അവന് പ്രസാദകരമായ വാക്കിലും പ്രവൃത്തിയിലും കൂടി നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനത്താൽ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.